+2 ഫിസിക്സ് പ്രാക്ടിക്കൽ എക്സാം സീരീസിലെ പാർട്ട് 4 ഇത്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് ഓംസ് ലോ ആണ്. ഓംസ് ലോ ഏതാണ്ട് എല്ലാ സ്കൂളുകളിലും ചെയ്യിപ്പിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. എയും വായിച്ച് മനസ്സിലാക്കുക. ടു വെരിഫൈ ഓംസ് ലോ. ഇനി ഓംസ് ലോയ്ക്ക് 3 എയിം ആണുള്ളത്. ഒന്ന് റെസിസ്റ്റൻസ്, ഒന്ന് കണ്ടക്റ്റൻസ്, ഒന്ന് റെസിസ്റ്റിവിറ്റി. ഇതിൽ റെസിസ്റ്റൻസ് എല്ലാ സ്കൂളുകളിലും ചെയ്യിപ്പിക്കും. കണ്ടക്റ്റൻസ് എയിമിൽ പ്രത്യേകമായിട്ട് എഴുതുന്നില്ലെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിങ്ങൾ തിയറി പഠിക്കുന്നത് കൊണ്ടും നിങ്ങളിതിൻ്റെ ആൻസർ എഴുതാൻ ബാധ്യസ്ഥരാണ്. റെസിസ്റ്റിവിറ്റി നിങ്ങളുടെ റെക്കോർഡ് എടുത്ത് നിങ്ങൾ നോക്കണം. റെസിസ്റ്റിവിറ്റി നിങ്ങൾ എയിമായിട്ട് എഴുതുകയോ നിങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിന് ചെയ്യേണ്ടി വരികയുള്ളൂ. ലാബിൽ റെസിസ്റ്റിവിറ്റി ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് ചെയ്യേണ്ടി വരികയില്ല. മിക്കവാറും എല്ലാവരും തന്നെ അതും ചെയ്യാറുണ്ട്. അപ്പോൾ എയിം ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. റെസിസ്റ്റൻസും കണ്ടക്റ്റൻസ് റെസിസ്റ്റിവിറ്റി ഇതിനനുസരിച്ചിട്ടാണ് തിയറി എഴുതേണ്ടത്. അപ്പാരസൊക്കെ ഒന്ന് വായിച്ചു വിടുക. ആദ്യം ഓംസ് ലോയുടെ തിയറി. ഓംസ് ലോയുടെ തിയറി എന്ന് പറയുമ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഓംസ് ലോയിൽ പഠിച്ചിട്ടുള്ള ആ തിയറി അത് വേർഡ്സിൽ എഴുതുക. എന്നിട്ട് V = IR എന്ന ഇക്വേഷൻ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. V പൊട്ടൻഷ്യൽ ഡിഫറൻസ്, I ഇലക്ട്രിക് കറണ്ട്, R റെസിസ്റ്റൻസ് ഓഫ് ദ വയർ. ഇങ്ങനെ ഇക്വേഷനിൽ ഓരോ നൊട്ടേഷൻസും എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്ന് നിർബന്ധമായിട്ടും എഴുതണം. R = V/I ഓം എന്നുള്ള ഈ ഇക്വേഷൻ, ഓം എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ R = V/I എന്നുള്ളതാണ് ഇവിടുത്തെ തിയറിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് 2 മെത്തേഡിലാണ്. ഒന്ന് കാൽക്കുലേഷൻ മെത്തേഡ്. കാൽക്കുലേഷൻ മെത്തേഡ് ആണെങ്കിൽ ഈ തിയറി എഴുതുക. കാൽക്കുലേഷൻ മെത്തേഡുള്ള കുട്ടിക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് എക്സാമിന് ചോദിക്കില്ല. ഏതെങ്കിലും ഒരു മെത്തേഡേ ഉണ്ടാവുകയുള്ളൂ. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടക്റ്റൻസ് വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. കണ്ടക്റ്റൻസ് വരുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. തിയറിയിൽ ഇത്ര മാത്രമേ നിങ്ങൾ എഴുതാനുള്ളൂ. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിങ്ങൾ കണ്ടക്റ്റൻസിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. കണ്ടക്റ്റൻസ് = റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. അതായത് C = 1/R എന്നുള്ള ഒരു ഇക്വേഷൻ. C = 1/R യൂണിറ്റ് ഓം ഇൻവേഴ്സ്. കണ്ടക്റ്റൻസ് ആണെങ്കിൽ അത്രയും മതി. ഇനി റെസിസ്റ്റിവിറ്റി ചെയ്തിട്ടുള്ള സ്കൂളുകളിൽ നിങ്ങൾ തിയറിയിൽ എഴുതേണ്ട ഇക്വേഷനാണ് ഇനി പറയുന്നത്. റെസിസ്റ്റൻസിൻ്റെ കാര്യങ്ങൾ നിർബന്ധമായിട്ടും വേണം. അതോടൊപ്പം അഡീഷണലായിട്ട് റെസിസ്റ്റിവിറ്റി ρ = πr² R/L എന്നുള്ള ഇക്വേഷനാണ് റെസിസ്റ്റിവിറ്റിയിൽ എഴുതേണ്ടത്. ഈ തിയറി ഒന്നും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ റോ റെസിസ്റ്റിവിറ്റി, പൈ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. R എന്ന് പറയുന്നത് നിങ്ങൾക്ക് തരുന്ന റെസിസ്റ്റൻസ് വയറിൻ്റെ റേഡിയസ് ആണ്. ക്യാപിറ്റൽ R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. L എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് വയറിൻ്റെ ലെങ്ത് ആണ്. അത്രയും കാര്യങ്ങൾ അവിടെ എഴുതണം. ഇത്രയാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ ഓംസ് ലോയുടെ തിയറി പഠിക്കേണ്ടത്. സർക്യൂട്ട് ഡയഗ്രാം ഓംസ് ലോയിൽ നിർബന്ധമാണ്. വരയ്ക്കാൻ പഠിക്കണം. കാണാതെ വരച്ചു കൊടുക്കേണ്ടതാണ്. അമീറ്റർ, വോൾട്ട് മീറ്ററിന് പാരലായിട്ട് നിങ്ങൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസ് വയർ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് റിയോസ്റ്റാറ്റ്, സെൽ, കീ, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് സർക്യൂട്ട് ഡയഗ്രാം. എപ്പോഴും ഞാൻ പറയുന്നു, ടാബുലാർ കോളം പഠിക്കുമ്പോൾ ഓരോ കോളത്തിലെയും ക്വാണ്ടിറ്റി, അതിന് താഴെ SI യൂണിറ്റ് എഴുതണം. അങ്ങനെ യൂണിറ്റ് ഉൾപ്പെടെയാണ് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ഇക്വേഷൻസ് ലാസ്റ്റ് കോളത്തിൽ റെസിസ്റ്റൻസ് V/I എന്നുള്ള ഇക്വേഷനൊക്കെ എഴുതണം. ടാബുലാർ കോളം കഴിഞ്ഞാൽ പിന്നെ ഓംസ് ലോ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. റീഡിങ്സ് ഉപയോഗിച്ച് ഇപ്പോൾ ഇവിടെ വരയ്ക്കൊന്നും വേണ്ട. ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, സ്ട്രൈറ്റ് ലൈൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നിങ്ങളുടെ റെക്കോർഡ് നോക്കിയിട്ട് റെസിസ്റ്റിവിറ്റി നിങ്ങൾക്ക് എയിമായിട്ട് ഉണ്ട് എങ്കിൽ അവർ മാത്രം ഈ കോളം പഠിക്കണം. സ്ക്രൂ ഗേജിൻ്റെ കോളം ഇത് വരയ്ക്കാൻ പഠിക്കുക. സ്ക്രൂ ഗേജിൻ്റെ PSR, HSR, കറക്റ്റഡ് HSR, ടോട്ടൽ റീഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുന്ന ഈ ടാബുലാർ കോളം വരയ്ക്കാൻ പഠിക്കുക. അതുപോലെ റെസിസ്റ്റിവിറ്റി ഉണ്ടെങ്കിൽ സ്ക്രൂ ഗേജ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ.
അപ്പോൾ ആ സ്ക്രൂ ഗേജ് എക്സ്പെരിമെൻ്റ് കൂടി ചെയ്യുന്നത് കൊണ്ട് സ്ക്രൂ ഗേജുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എഴുതുന്ന ഈ കാര്യങ്ങളെല്ലാം പഠിക്കണം. സ്ക്രൂ ഗേജുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റെസിസ്റ്റിവിറ്റി എയിമായിട്ടുണ്ടെങ്കിൽ പഠിക്കണം. റിസൾട്ടൊന്നും ഇപ്പം കാര്യമായിട്ട് പഠിക്കേണ്ട, അതൊക്കെ അവസാന ഘട്ടത്തിലാണ് പഠിക്കേണ്ടത്. റിസൾട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എന്താണോ എയിം കിട്ടുന്നത് അതിനനുസരിച്ചാണ് നിങ്ങൾ റിസൾട്ടിൽ എഴുതേണ്ടത്. ഇപ്പം ഓംസ് ലോ എന്തായാലും വെരിഫൈ ചെയ്യേണ്ടി വരും, അതൊരു എയിം കമ്പൽസറി ആണ്. ഓംസ് ലോ ഈസ് വെരിഫൈഡ്. റെസിസ്റ്റൻസ് ഓഫ് ദ വയർ അത് കമ്പൽസറി ആണ്. പിന്നെ റെസിസ്റ്റിവിറ്റി കിട്ടിയ കുട്ടികൾ റെസിസ്റ്റിവിറ്റി എഴുതണം, കണ്ടക്റ്റൻസ് കിട്ടിയ കുട്ടികൾ കണ്ടക്റ്റൻസ് ആൻസറായിട്ട് എഴുതണം. ഇപ്പം അത്യാവശ്യമായിട്ട് എന്തൊക്കെ പഠിക്കണം? തിയറി പഠിക്കണം, സർക്യൂട്ട് ഡയഗ്രാം പഠിക്കുക, ടാബുലാർ കോളംസ്. ബാക്കിയുള്ളത് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം.